അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വദബൻ കാമിലൻ റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സഅദ. ബഹുമാനമുള്ള ഫത്ഹുൽ മുഈൻ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, അഹ്ലുബൈത്ത് പണ്ഡിതന്മാർ, മുതഅല്ലിമീൻ, ക്ലാസ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരിമാരെ, ഫത്ഹുൽ മുഈനിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാബു സോമിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. അതിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തേക്ക് വരാം. ഇന്നലെ നമ്മൾ പറഞ്ഞു, ഒരു തടി അകത്തേക്ക് പ്രവേശിച്ചു എന്ന് വന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയും. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വിരലുകളെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞു. അത് കുളിക്കുന്ന സമയത്തും മറ്റുമൊക്കെ നമ്മൾ അറിയാതെ കയറിക്കഴിഞ്ഞാൽ നോമ്പ് അതുകൊണ്ട് ബാത്തിലാവുമെന്ന് പറഞ്ഞു. ഇനി പറയുന്ന വിഷയം നമ്മുടെ വിരൽ തുഞ്ചങ്ങൾ, വിരൽ അൻമില എന്നൊക്കെ പറഞ്ഞാൽ വിരലാണ്. അത് നമ്മുടെ മസുറബ എന്ന് പറഞ്ഞാൽ ഉച്ഛിഷ്ടം വരുന്ന ആ സ്ഥലം, അതായത് പിന്തുവാരം എന്ന് പറയാം. അതിൻ്റെ ആ സ്ഥലം, അതാ ഉച്ഛിഷ്ടം വരുന്ന സ്ഥലത്തിൻ്റെ ആ ഉൾഭാഗത്തേക്ക് ഒന്ന് നേരിയതായിട്ട് പ്രവേശിച്ചാൽ മതി, നോമ്പ് മുറിയും. നോമ്പ് അതുകൊണ്ട് മുറിയും. അതായത് ഹൽക്കത്തു ദുബുർ എന്നൊക്കെ അതിനെ അറബിയിൽ പറയും, പിന്തുവാരത്തിൻ്റെ ആ വട്ടക്കണ്ണി എന്ന്. അത് രണ്ടും കൂടി യോജിച്ച് നിൽക്കുന്ന മുൽത്തക്ക അല്ല, അതിൽ രണ്ട് അല്യ ചന്തികൾ, അതിൻ്റെ രണ്ട് ഇട ഉണ്ടല്ലോ, അറിയും. അപ്പോൾ അതല്ല, അതൊന്നും ഇങ്ങോട്ട് വിടരുമ്പോൾ ഉണ്ടാവുന്ന ആ ദ്വാരഭാഗം അവിടേക്ക് വന്നാൽ നോമ്പ് മുറിയും. ഇനി ഉള്ള് എന്ന് പറയാവുന്ന ഏതൊരു സ്ഥലത്തിലേക്ക് ചേർന്നാലും അതുകൊണ്ടൊക്കെയും മുറിയും. ഇപ്പോൾ നമ്മുടെ ലിംഗത്തിൻ്റെ തലപ്പ്, അതിൻ്റെ ആ മൂത്രം വരുന്ന ദ്വാരം ചെറുതാണ്, അതിൻ്റെ അകത്തേക്ക് തന്നെ എന്തെങ്കിലും പ്രവേശിച്ചാൽ തന്നെ മുറിയും, നോമ്പ് മുറിയും. ആ കാരണം കൊണ്ടൊക്കെ നോമ്പ് മുറിയും. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് നോമ്പ് കാലത്ത് കുളിക്കലൊക്കെ ഏറ്റവും ഉത്തമം എപ്പോഴാണ്? രാത്രി എന്ന് പറയുന്നത്. രാത്രി കുളിക്കുന്ന സമയത്ത് കൈയൊക്കെ അവയവങ്ങളിലെ ഭാഗങ്ങളിലേക്കൊക്കെ ചേർക്കുകയും ചെകിട്ടിൽ തോണ്ടും കുളിക്കും, മൂക്കിൻ്റെ ഉള്ളിലേക്കും ഒക്കെ ആക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അത് അതിലിട്ട് കടന്നാലും നോമ്പ് മുറിയും. മൂക്കിൻ്റെ പാലത്തിൽ തട്ടിയാലൊന്നും വുളു മുറിയില്ല. ഹൈഷും മൂക്കിൻ്റെ അറ്റത്തേക്ക് പോയാൽ എന്താവും? നോമ്പ് മുറിയും. ആ വിഷയങ്ങളൊക്കെയാണ് നമ്മൾക്കിപ്പോൾ ഒന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അതാ ഇന്നലെ പറഞ്ഞ അതുപോലെ തന്നെ. ഇന്നലെ പറഞ്ഞ എന്തായിരുന്നു വിഷയം നമുക്കറിയാം. ഒരു പെണ്ണ് മനോഹരം ചെയ്യാനിരിക്കുന്ന അവരുടെ കതമിൻ്റെ മേലെ ഇരിക്കുമ്പോൾ വെളിവാകുന്ന ആ ഭാഗത്തിൻ്റെ ബാക്കിലേക്ക് വിരലോ മറ്റോ പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. അതുപോലെ തന്നെയാണ് ഉസൂല് ബഅദൽ അൻബല. വിരൽ മുഴുവൻ ഏതായാലും കയറുന്നില്ല, വിരലിൻ്റെ തുഞ്ചം എന്തായി? അൻമിലയിൽ നിന്ന് കുറച്ച് ഭാഗം പ്രവേശിച്ചു. ഇല്ലെങ്കിൽ മസുറുബയിലേക്ക്, അതായത് ഉച്ഛിഷ്ടം പുറപ്പെടുന്ന സ്ഥാനത്തേക്ക് അങ്ങനെ വന്നാലും നോമ്പ് മുറിയും. കഥ ഇപ്രകാരം തന്നെ അത്ലഖഹു, ഈ നോമ്പ് മുറിയുമെന്ന കാര്യത്തെ പറഞ്ഞിരിക്കുന്നു അൽ ഖാലി ഹുസൈൻ എന്നവർ. വഖയ്യദഹു, ഈ ഖാലി എന്നവരുടെ ആ ഇത്ലാഖ്, അതായത് നോമ്പ് മുറിയും എന്നതിനെ, അല്ലെങ്കിൽ ഖാലി എന്നവരുടെ ആ ഇത്ലാഖിനെ ശക്തിപ്പെടുത്തി, അത് തന്നെ അങ്ങനെ തന്നെ എന്നുള്ള ആ ഭാഷ്യം സ്വീകരിച്ചു അസുബുക്കിയു, ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി. ബിമാ ഒരു കാര്യം, ഇതാ വസല ഷൈഉം മിൻഹ, ഈ അൻമിനയിൽ നിന്നും കുറഞ്ഞ വസ്തു എന്തെങ്കിലും ചേർന്നു, ഇല്ലെങ്കിൽ മഹല്ലിൽ മുജോഫ്, ഉള്ളു എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് പ്രവേശിച്ചു, മിൻഹ ആ മസുറുബയിൽ നിന്നും, അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയും. ബിഖിലാഫി ഔവലിഹ, ആ മസുറുബൻ്റെ ആദ്യ ഭാഗത്തിന് എതിരുകൊണ്ട്. അതേതാണ്? അൽ മുന്തബിഖു, ആ രണ്ട് സൈഡുകളിൽ വന്ന് മുട്ടുന്ന മുന്തബിക്ക, രണ്ട് ചന്തി കൂടുന്ന സ്ഥലം, അതല്ല. ഫൈനഹു, തീർച്ചയായിട്ടും ആ മുന്തബിഖ് ലാ യുസമ്മ ജൂഫൻ, അതിന് ഉള്ള് എന്ന് പറയില്ല, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. വ ഉൽഹിഖ ബിഹി, ഈ മസുറുബത്തിനോട് ചേർക്കപ്പെട്ടു. ഔവലൽ ഇഹ്ലീൽ, ഇഹ്ലീലിൻ്റെ ആദ്യ ഭാഗം, ഇഹ്ലീലിൻ്റെ ലിംഗത്തിൻ്റെ അതിൻ്റെ ആദ്യ ആ ഭാഗമുണ്ട്, ഉള്ളല്ലാത്ത പുറത്തേക്ക് വരുന്ന കുറഞ്ഞ ചെറിയ ഭാഗം, അത്. അതായത് അല്ലദി യൽഹറു ഇൻദ തഹരീക്കിഹി, ആ ഇഹ്ലീലിനെ നമ്മൾ അനക്കണ സമയത്ത് വെളിവാകുന്ന ആ ഭാഗമുണ്ട്, അതിലേക്കാണെങ്കിലും നോമ്പ് മുറിയാം. ബൽ എന്നല്ല ഇവിടെ ഔലവിയത്തെ നിലക്ക് ഏതാവൂല, മുറിയില്ല. മനസ്സിലായില്ലേ? പള്ളിയിലെ മുക്രിനെ തന്നെ
എന്താവരുത്, തോണ്ടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ മൂലര് തോണ്ടണമെന്ന് ചോദിക്കാൻ പറ്റുമോ? അതുപോലെ കാല വാലിദുഹു, ഷെയ്ഖുനാൻ്റെ വാലിദ് പറഞ്ഞു, അല്ല കാല വലതുഹു എന്നാണ്. കാല വലതുഹു, ഇമാം സുബ്കി എന്നവരുടെ വലത് പറഞ്ഞു. കൗലുൽ ഖാലി, ഖാലി എന്നവരുടെ വാക്ക് അൽ ഇഹ്തിയാത്തു, സൂക്ഷ്മത പാലിക്കുക എന്നതാണ്. യതഗവ്വത ബില്ലൈലി, രാത്രിയിൽ വിസർജനത്തിന് പോവുക എന്നതുകൊണ്ടൊക്കെ അവൻ ഇഹ്തിയാത്ത് കാണിക്കലാകുന്നത്, അതാണ് നല്ലത്. അതായത് ആ ഇഹ്തിയാത്തിനെ ഖാലി പറഞ്ഞ കൗല്, അതിൻ്റെ ഉദ്ദേശം അന്ന ഇഖാഹു, ആ ഗായത്തിനൊക്കെ സംഭവിപ്പിക്കലാവുന്ന ഫിയ ലൈലിൽ ഖൈറുൻ, അത് ഖൈറാണ്, മിൻഹു, ആ ഇഖാഹ് സംഭവിപ്പിക്കുന്നതിനെക്കാട്ടിലും ഫിന്നഹാരി, പകലിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ഉത്തമം രാത്രിയാണ് എന്നാണ് അതിന് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അല്ലാ യസില ഷെയ്ൻ ഇലാ ജോഫി മസുറുബത്തിഹി, അവൻ്റെ മസുറുബൻ്റെ ഉള്ളിലേക്കൊരു വസ്തു ചേരാതിരിക്കാൻ വേണ്ടി അതാണ് നല്ലത്. ലഅന്നഹു യുമറു ബി തഖീരിഹി ഇലൽ ലൈലി, നിശ്ചയമായിട്ടും അവർ യുമറു കൽപ്പിച്ചിരുന്നു ബി തഖീരി, ആ കുളിയെ പിന്തിപ്പിക്കണം എന്നതുകൊണ്ട്, ഇലൽ ലൈലി രാത്രിയിലേക്ക്, അല്ല ആ തഗവൂത്തിനെ പിന്തിക്കണം എന്നതിലേക്ക്. ആ ഖാദി എന്നിവരുടെ കൽപ്പന ബി തഖീരി, ആ തഗവൂത്തിനെ പിന്തിപ്പിക്കുക എന്നതുകൊണ്ടുള്ള കൽപ്പന ഇലൽ ലൈലി, ലൈലിലേക്ക് പിന്തിപ്പിക്കുക എന്നതിനെ അവർ കൽപ്പിക്കുമായിരുന്നു. പിന്നെ ല അന്ന അഹദൻ ലാ ഉമറു ബി മളറത്തിൻ ഫി ബദനിഹി, അപ്പോൾ നടക്കാല വലതുഹു എന്ന് പറഞ്ഞാൽ ഇമാം സുബ്കി തങ്ങളുടെ വലത് പറഞ്ഞു. ആ കൗലിൻ്റെ മക്കൂൽ എന്താണ്? കൗലുൽ ഖാലി, ഖാലി ഹുസൈൻ എന്നവരുടെ കൗലിൻ്റെ തേട്ടം അൽ ഇഹ്തിയാത്തു, കൗലുൽ ഖാലി അൽ ഇഹ്തിയാത്തു, സൂക്ഷ്മത എന്നത്, യതഗവ്വത ബില്ലൈലി, സൂക്ഷ്മതയാവുന്നത് യതഗവ്വത ബില്ലൈലി, രാത്രി അവന് തഗവ്വുത്ത് ചെയ്യുക എന്നുള്ളതാണ്. മുറാദുഹു, ആ ഖാദി എന്നവരുടെ ആ വാക്കിൻ്റെ ആ ഉദ്ദേശം അന്ന ഈഖാഅഹു ഫീഹി, ആ തഗവ്വുത്തിനെ രാത്രിയിൽ സംഭവിപ്പിക്കുക എന്നുള്ള ഖൈറുൻ, അത് നല്ലതാണ്, മിൻഹു, ആ ഈഖാഅ് ഉള്ളതിനേക്കാൾ ഫിന്നഹാരി, പകലിൽ. എന്താ കാര്യം? അല്ലാ യസ്റു ഷെയ്നുല ജോഫി മസ്റബത്തിഹി, ആ തഗവ്വുത്ത് ചെയ്യുന്ന ആളുടെ മസ്റുബയിലേക്ക്, ആ അത് പുറപ്പെടുന്ന വഴിയിലേക്ക്, ഉള്ളിലേക്ക് ഒരു വസ്തുവും ചേരാതിരിക്കാൻ വേണ്ടി എന്നതാണ്. പിന്നെ എന്തല്ല, ലാ അന്നഹു യുമറു, അവനോട് കൽപ്പിക്കുന്നു എന്നല്ല, ബി തഖീരിഹി, ആ തഗവ്വുത്തിനെ പിന്തിപ്പിക്കണം എന്നതുകൊണ്ട്, അല്ലെങ്കിൽ രാത്രിയിലേക്ക് പിന്തിപ്പിക്കുന്നു എന്നതുകൊണ്ട് കൽപ്പിക്കുക എന്നല്ല ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഉള്ളിലേക്ക് എന്തെങ്കിലും ചേരുന്നു ഒക്കെ നോക്കുന്നതിനുള്ള ഇഹ്തിയാത്ത് പിന്തിപ്പിക്കലാണ് എന്നാണ്. കാരണം ലാനാഹദല്ല യുമർ, ഒറ്റാളും ഇല്ല ഇതാ യുമറാളോട് കൽപ്പിക്കുക എന്നുള്ളതില്ല. ബി മളറത്തെ ഫിവദന, ഓൻ്റെ ശരീരത്തിൽ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആരോടും കൽപ്പിക്കപ്പെടുകയില്ല. ഇനി വലൗ ഖറജത്ത് മഖഅദത്തു മബ്സൂരിൻ, അർഷസ്, മൂലക്കൊരു സോക്കറൊക്കെ ഉള്ള ആളുടെ മഖഅദത്ത് പുറപ്പെട്ടു, അരിപ്പട സ്ഥാനത്ത് നിന്ന് അതിൻ്റെ അത് പുറത്തേക്ക് വന്നു. നല്ല നുഫ്തിർ, അത് നോമ്പ് മുറിക്കുകയില്ല. ബി ഔദിഹ, അതങ്ങ് മടങ്ങി, ഇങ്ങോട്ട് പുറത്തു വന്നു, പിന്നെ ഉള്ളിൽ നോമ്പ് മുറിയില്ല. ഒക്കതാ, അത് സ്വന്തം നിലക്ക് ഉള്ളിലേക്ക് പോയാൽ മുറിയാത്തത് പോലെ തന്നെയാണ് ഇന്ന ആദഹ, അതിനെ മടക്കി, ബി ഇസ്ബഹി, വിരൽ കൊണ്ട് അതിനുള്ളിലേക്ക് തള്ളി കയറ്റി, എന്നാലും നോമ്പ് മുറിയില്ല. കാരണം ലിഇദ്തിറാരിഹി, അവനക്ക് ഔദ് ബുദ്ധിമുട്ടാക്കിയതിന് വേണ്ടി, ഇലൈഹി ലിഇദ്തിറാരിഹി ഇലൈഹി, അവനിലേക്ക് ഇദ്തിറാർ ഉണ്ടായതിന് വേണ്ടി, കാരണം ആ ഔദ് അവനക്ക് നിർബന്ധമാണ് എന്നതിന് വേണ്ടി, അവനെ ബുദ്ധിമുട്ടാക്കിയതിന് വേണ്ടി, ഇലൈഹി, ആ ഔദത്തിലേക്ക്, ആ മടക്കലിലേക്ക്. വമിൻഹു, ഈ പറഞ്ഞതിൽ നിന്ന് യൂഖദു, പിടിക്കപ്പെടും. അതായത് അവനക്ക് ഇൽത്തിറാർ ആയതിന് വേണ്ടിയിട്ടാണ് വിരൽ അങ്ങോട്ട് കയറ്റാമെന്ന് പറഞ്ഞത്.
അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വിരൽ കയറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ബുദ്ധിമുട്ട് ഇല്ല എന്നർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ മസ്അലയിൽ നിന്നും ഒരു തർഹീസ് നമുക്ക് എടുക്കാം. യൂഹദ് പിടിക്കപ്പെടും കമാ ഖാല ഷെയ്ഖുന ഇബ്രാഹിം റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ അന്നഹു ലൗ തർറ ലിദുഖൂലിൽ ഇസ്ബഅ, ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വിരൽ പ്രവേശിപ്പിക്കലേക്ക് മാഹ ഇതിനോട് കൂടെ ഇതിൽ ബാത്തിന് ഉള്ളിലേക്ക് മാഹ മസ്റുബത്തിനെ അല്ല ആ മക്കാദത്തിനെ ആ മബ്സൂർ മക്കാദത്തുണ്ടല്ലോ ആ മക്കാദത്തിനെ കൂടെ വിരലിനെ പ്രവേശിപ്പിക്കലേക്ക് ബുദ്ധിമുട്ടായി ഇല്ല ബാത്തിന് ഉള്ളിലേക്ക് നല്ല മെഫ്തൂർ നോമ്പ് മുറിക്കുകയില്ല. വ ഇല്ല അങ്ങനെ ഓനത് അങ്ങനെയൊക്കെ വിരൽ കൊടുക്കുന്നതിന് ആവശ്യം ഇല്ലാതെ ചെയ്താലോ അഫ്തറ നോമ്പ് മുറിക്കും. ബി വുസൂലിൽ ഇസ്ബഇ ഇലൈഹി, ആ ബാത്തിലേക്ക് വിരലിനെ ചേർക്കൽ കൊണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഇതുവരെ അയിന് തടി എന്നാണ്, അത് ചെറുതാണെങ്കിലും ഒരു കൽക്കഷ്ണാണെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞു. ആ പറഞ്ഞത് കൊണ്ട് അയിന് എന്നതുകൊണ്ട് പുറപ്പെട്ടു അല്ല അസറാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. അതായത് നമ്മൾ ഭക്ഷണത്തിൻ്റെ നാവിലൊന്നിങ്ങനെ വെച്ചു അങ്ങനെ തുപ്പിക്കളഞ്ഞു, അപ്പോൾ അതിൻ്റെ അസർ ഒരു മണമുണ്ടല്ലോ അതിങ്ങനെ ഉണ്ട്, അത് ഉള്ളിലേക്ക് ഒന്നും നോമ്പ് മുറിക്കൂല. കവുസൂല് തഅമി ബിദ്ദൗക്കി, രുചിച്ച് നോക്കൽ കൊണ്ടുള്ള ആ തൊഴമ് രുചി ചേരും പോലെ ഇല ഹൽക്കിഹി അവൻ്റെ ഹൽക്കിലേക്ക്, അതുകൊണ്ട് കുഴപ്പമില്ല. വഖറജ ബിമമ്മറ, മമ്മറ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ മമ്മറിനെ കൊണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു, ഒരു വടിയൊക്കെ പിടിച്ചിട്ട് തലയിക്കട്ടെ കെട്ടിയിട്ട് സലാത്തൊക്കെ ചൊല്ലി ഇങ്ങനെ പോരുന്നുണ്ട്. ആരൊക്കെ? അൽ ആമിദി, അതാ മമ്മറ എന്നാണ്. അൽ ആമിദി അൽ ആലിമി അൽ മുഖ്താരി, അല്ലേ? മുഖ്താറാണ്, ആലിമാണ്, ആമിദാണല്ലോ. ആ പറഞ്ഞ ആളെ കൊണ്ട് ആ പറഞ്ഞതിൽ നിന്നും പുറത്താണ് ആര്? അന്നാസി ലിസ്വമി, നോമ്പുകാരനാണെന്നൊരു ഓർമ്മയില്ലല്ല, ഓന് ഏതോ ലോകത്താണ്. അപ്പോൾ അങ്ങനെ മറന്ന ആൾക്ക് അത് കുഴപ്പമില്ല എന്നർത്ഥം. പിന്നെ വൽ ജാഹിലു, ജാഹിലും പുറത്തു. അന്നാസി വൽ ജാഹിലു, അൽ ജാഹിലുൽ മഅദൂറു, ഉദറുള്ള ജാഹില്, അതായത് ഒന്നുകിൽ ഇസ്ലാം അടുത്തു, അതല്ലെങ്കിൽ ബാദിയിൽ നിന്ന് ഒരുപാട് ദൂരത്താണ് ആളുകൾക്ക് ഒന്നും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇന്നത്തെ കാലത്ത് മഅദൂർ എന്ന് പറയാൻ പാടില്ല, പുറത്തിനുമായതാണ്. ഇപ്പോൾ തെഹരീം ഈസാരി ഷെയ്നിൽ ബാത്തിനിലേക്കൊരു വസ്തു ചേരലുകൊണ്ട് ചേർക്കൽ ഹറാമാണ് എന്നതുകൊണ്ട് അറിഞ്ഞിട്ടില്ലാത്ത ഉദറുള്ള ഒരു ജാഹിലാണ്. പിന്നെ എന്തുകൊണ്ടും വബി കൗനിഹി മുഫത്തിറൻ, ഈ പ്രവൃത്തി നോമ്പ് മുറിക്കുന്നതാണ് എന്നതുകൊണ്ടും ജാഹിലായി. അപ്പം അങ്ങനത്തെ ജാഹിലും നാസിം ഒക്കെ ആ പറഞ്ഞ ഇബാറത്ത് നിന്ന് പുറത്തു വന്നു. പിന്നെ വൽ മുക്റഹും പുറത്തു പോന്നു. ഫലാ യുഫ്തിറു കുല്ലു മിൻഹും, ഇവരിന്ന് ഓരോരുത്തരെ കൊള്ളു നോക്കിയാലും ഇവരിന്ന് ഓരോന്നും എന്താവുകയില്ല, നോമ്പ് മുറിക്കുകയില്ല. ബിദ്ഖൂലി അയിൻ ജോഫി, ഉള്ളിലേക്ക് ഒരു വസ്തു പ്രവേശിച്ചെന്ന കാരണം കൊണ്ട്. മുക്റഹാണ്, അല്ലെങ്കിൽ നാസിയാണ്, അല്ലെങ്കിൽ മഅദൂറായ ജാഹിലാണ്, ഇവർക്കൊന്നും കുഴപ്പമില്ല. വൈൻ കസുറാക്കലു, പയറ് നിറച്ചും ചാക്ക് നല്ലോണം അങ്ങനെ നിറച്ചു തുന്നിയങ്ങൾ കൂട്ടി എന്നൊക്കെ പറയില്ലേ, ആ നിലക്ക് കഴിച്ചാലും ശരി. വലോ തന്നെ അക്കലഹു നാസിൻ, ഒരാൾ ഭാവിച്ചു അക്കലഹു നാസിയൻ മുഫ്തറുൻ, മറന്ന് തിന്നാൽ അത് നോമ്പ് മുറിക്കും എന്ന് ഒരാൾക്ക് മനസ്സിലായി. എന്നിട്ട് ഫാക്കല, അവൻ തിന്നു. ഇപ്പോൾ ജാഹിലായിട്ട് മറന്ന് തിന്നാൽ നോമ്പ് മുറിക്കും എന്ന് ഭാവിച്ചു, ഇപ്പം കഴിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് എന്താക്കി അവന് തിന്നു, അറിവില്ലാതെ, ആ മസലയെ അറിവില്ലാതെ തിന്നാൽ ഇംസാക്ക്, അങ്ങനെ ആകുമ്പോൾ ഇംസാക്ക് പിടിച്ചു നിൽക്കൽ വുജൂബാണ് എന്നതുകൊണ്ട് ജാഹിലായിട്ട് തിന്നാൽ അഫ്തറ, നോമ്പ് മുറിക്കും. ഇനി വരവ് തഅമ്മദ ഫതഹ ഫമി, ഒരാൾ അവൻ്റെ വായ തുറന്നു കരുതി കൂട്ടിയിട്ട് ഫിൽമായി, വെള്ളത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ തുറന്നു വെച്ചു. ഫദഖല ജൗഫഹു, അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ദഖലമായി പ്രവേശിച്ചു ജൗഫിൻ്റെ ഉള്ളിലേക്ക്. അല്ല വലഹു, അല്ലെങ്കിൽ അവൻ വെച്ചു ഹു ആ ഫാമിനെ ഫിഹി, ആ വെള്ളത്തിൽ വെച്ചു, ഈ ആവശ്യത്തിന് വേണ്ടിയാണ് വെച്ചു. ഫസബഖഹു, അങ്ങനെ വെള്ളം ഇങ്ങോട്ട് കയറി, എന്നാലും നോമ്പ് മുറിക്കും. വലഅ ഫീഹി ഷൈഅൻ അംദൻ, അല്ലെങ്കിൽ ആ വായിലും വെച്ചു ഷെയ്നൊരു വസ്തുന അന്ത് മനഃപൂർവ്വം തന്നെ വെച്ചത്, എന്തൊരാവശ്യം ഉണ്ടെന്ന് തന്നെ കൂട്ടം അങ്ങനെ വെച്ചു. വബ്തരാഹു നാസിം, മറന്നിട്ടും അതാണ് വിഴുങ്ങി, വായിലെന്തോന്നും ഇങ്ങനെ വെച്ചു മനഃപൂർവ്വം, എന്നിട്ടും മറന്നിട്ടും എന്നൊക്കെ അതുകൊണ്ട് ഇറക്കി. എന്നാ ഫല, നോമ്പ് മുറിക്കൂല. വലാ യുഫ്തുറു ബി ഉസൂൽ ഷൈനില ബാത്തിന് കസബത്ത് അംഫിൻ, മൂക്കിൻ്റെ പാലുണ്ടല്ലോ, ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടില്ലേ ഒറ്റപ്പാലം, ആ പാലത്തിലേക്ക് വസ്തു ചേരൽ കൊണ്ട് നോമ്പ് മുറിയൂല. ഹത്താ ഇജാവിസ മുന്തഖൽ ഖൈഷുമി, തരിമൂക്കിൻ്റെ അറ്റണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നവർ അവിടേക്ക് പോയാൽ നോമ്പ് മുറിയും. വഹുവ അക്സൽ അംഫി, അത് മൂക്കിൻ്റെ അറ്റാണ് ഈ ഖൈഷൂം എന്ന് പറയുന്നത്, തുമ്പിക്കൈ എന്നൊക്കെ പറയും നമ്മൾ, അത് അവിടെ നിന്ന് അപ്പുറം പോയാൽ നോമ്പ് മുറിയും. ലാ ഇഫ്തുറു, അത് വേറെ വിഷയമാണ്. അടുത്ത ദിവസം പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.